ഒരു ചായ കുടിക്കണമെങ്കിൽ 10 രൂപയാണ് ഇപ്പോൾ പോക്കറ്റിൽ നിന്ന് നമ്മൾ കടകളിൽ കൊടുക്കുന്നത്. ഇനി മുതൽ അത് 13 രൂപയാകും, ചിലപ്പോൾ 15 രൂപയാകും. ബ്രൂ കോഫിക്ക് ഇപ്പോൾ തന്നെ 15 രൂപ പല കടകളും ഈടാക്കുന്നുണ്ട്. ഇനി മുതൽ അത് 20 രൂപയാകും. ഇതിനൊക്കെ ഹോട്ടൽ അസോസിയേഷൻകാർ പറയുന്ന ന്യായം തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചു എന്നാണ്. മറ്റ് ചില ആളുകൾ പറയുന്നു പാലിന് വില കൂടി എന്നാണ്. മിൽമ പാലിന് നേരത്തെ വില കൂടിയതാണ്. ഗ്യാസ് സിലിണ്ടറിന് വില കൂട്ടിയും കുറച്ചുമൊക്കെ മോദി സർക്കാർ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വസ്തുത പച്ചക്കറിയുടെ കാര്യമാണ്. പച്ചക്കറിക്ക് വില കൂടുമ്പോൾ ഈ സാധനങ്ങൾക്ക് വില കൂട്ടും, എന്നാൽ വില കുറയുമ്പോൾ ഇതൊട്ട് കുറയ്ക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പച്ചക്കറി കിറ്റ് വാങ്ങുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതിയാകും. 100 രൂപയ്ക്ക് കൊല്ലത്തൊക്കെ വെട്ടുമലക്കറി എന്ന് പറയും, പച്ചക്കറി കിറ്റ് 100 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. വില കൂടുമ്പോൾ അത് 150 രൂപയാകും. വില കുറയുമ്പോഴൊട്ട് ഈ കിറ്റിൻ്റെ വില കുറയില്ല, 150 രൂപയ്ക്ക് തന്നെ കിറ്റ് കൊടുക്കും. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കച്ചവടക്കാരനുമായി വഴക്കിടുകയോ മറ്റോ ചെയ്താൽ അയാൾ പിന്നീട് അത് 100 രൂപയാക്കും. അതാണ് സ്ഥിതി. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വിലക്കയറ്റം വരുന്നു ഹോട്ടലുകളിൽ. കേരളത്തിലെ ഹോട്ടലുകളിൽ ഇനി സാധാരണക്കാരൻ ഒരു ചായ കുടിച്ചു കളയാം എന്ന് പറഞ്ഞ് കയറണമെങ്കിൽ 10 രൂപയും കൊണ്ട് കയറിയാൽ കാര്യം നടക്കില്ല. മിനിമം 15 രൂപയെങ്കിലും വേണം. ഇനിയൊരു പൊരിപ്പ്, അതായത് ഉത്തര കേരളത്തിൽ പറയുന്ന പൊരിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ തെക്കൻ കേരളത്തിൽ പറയുന്ന വട, അത് പഴംപൊരിയോ ഉഴുന്നുവടയോ എന്ത് വടയാണെങ്കിലും അതിനും 15 രൂപ. ചുരുക്കത്തിൽ ഒരു 30 രൂപയുണ്ടെങ്കിൽ മാത്രമേ ഒരുത്തന് ചായയും ഒരു വടയും കഴിച്ച് പൊടി തട്ടി പുറത്തിറങ്ങി വരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ചായക്കടയിൽ കയറാതിരിക്കുക. നമുക്കറിയാം, ഇവിടെ കൊല്ലത്ത് കരുനാഗപ്പള്ളി വവ്വക്കാവിനടുത്ത് ഒരു കടയുണ്ട്. അവിടെ 5 രൂപയാണ് വടകൾക്കൊക്കെ. ആളുകൾ പരിഹസിച്ച് പറയും വടയ്ക്ക് എന്താണ് വലിപ്പക്കുറവെന്നൊക്കെ പറയും. പക്ഷേ വടയൊക്കെ നല്ല ടേസ്റ്റാണ്, രുചിയുള്ള വടയാണ്. അവിടെ ചായയ്ക്ക് 10 രൂപയാണ്, വടയ്ക്ക് 5 രൂപയുള്ളൂ. ഏതെടുത്താലും 5 രൂപ. ചിലയിടങ്ങളിൽ ഇപ്പോഴും ചായയ്ക്കും വടയ്ക്കുമൊക്കെ 5 രൂപയ്ക്കും വിൽക്കുന്ന ആളുകളുണ്ട്. ചിലയിടത്ത് 3 രൂപയ്ക്ക് ചായ കൊടുക്കുന്ന ആളുകളുമുണ്ട്. അവരും ഇതേ മിൽമ പാലോ അല്ലെങ്കിൽ കറവ പശുവിൻ്റെ പാലൊക്കെ തന്നെയാണ് വാങ്ങുന്നത്. അവർക്കും ഈ വിലക്കയറ്റമൊക്കെ ബാധകവും ആണ്. അവർക്കും ഈ തൊഴിലാളി പ്രശ്നമൊക്കെ ബാധകമാണ്. അവരെങ്ങനെയാണ് ലാഭമുണ്ടാക്കുന്നത്, ജീവിച്ചു പോകുന്നത് എന്ന് ഈ അസോസിയേഷൻകാർ ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. ഒരു ഊണിന് ഇപ്പോഴത്തെ വില 70 രൂപയാണ്. മുമ്പ് 30 രൂപയായിരുന്നു ഒരു ഊണിന്. അതായത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ 10 രൂപയായിരുന്നു പൊതിച്ചോറിന്. തിരുവനന്തപുരത്ത് പാളയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചില അമ്മമാർ പൊതിച്ചോറ് വിൽക്കുമായിരുന്നു. അന്ന് ആ പൊതിച്ചോറിൻ്റെ വില 10 രൂപയായിരുന്നു. ഇന്ന് അത് 60 രൂപ 70 രൂപ നിരക്കിലേക്ക് മാറി. ഇനി മുതൽ അത് 80 രൂപ 100 രൂപ നിരക്കിലേക്ക് മാറുകയാണ്. നിങ്ങൾ കേട്ടിരിക്കും ചില രസകരമായ വഴക്കുകൾ. അതായത് ഭക്ഷണം കഴിക്കാൻ പോയി, ചപ്പാത്തി കഴിച്ചു, കറി വാങ്ങി. കറി എന്ന് പറഞ്ഞാൽ ചിക്കനാണ് വാങ്ങിയത്, ചിക്കൻ ഫ്രൈ ആണ് വാങ്ങിയത്. കൂടെ കുറച്ച് കറി ചോദിച്ചു, ചമ്മന്തിയാണ് ചോദിച്ചത്, തന്നില്ല. സപ്ലയർ ചമ്മന്തി തന്നില്ല, വഴക്കായി. അങ്ങനെ സംഭവങ്ങൾ ധാരാളം കേൾക്കാറുണ്ട്. അങ്ങനെ കേട്ടില്ലെങ്കിലും അങ്ങനെ വഴക്കുണ്ടാക്കിയ ആളുകളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ചമ്മന്തി തന്നില്ല, സാമ്പാർ തന്നില്ല എന്നൊക്കെ. ഇനി ചമ്മന്തിക്കും സാമ്പാറിനും, അതായത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തവി അല്ലെങ്കിൽ ഒരു സ്പൂൺ ചമ്മന്തിക്ക്, ഒരു സ്പൂൺ സാമ്പാറിന് 10 രൂപ കൊടുക്കേണ്ടി വരും. അതങ്ങനെ സൗജന്യമായി നിങ്ങൾ കഴിച്ച് രസിക്കേണ്ട. അങ്ങനെ സൗജന്യമായി കറി കിട്ടുന്ന പരിപാടിയും നിർത്തിയിരിക്കുകയാണ് ഹോട്ടലുകാർ. അപ്പോൾ ഹോട്ടലിൽ കയറി ആകെ സൗജന്യമായി കിട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? ചമ്മന്തിയും സാമ്പാറുമാണ്. അതിനി ഫ്രീ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ദോശ കഴിക്കാൻ കയറുന്ന പ്രിയപ്പെട്ടവരെ, ദോശയ്ക്കൊപ്പം ചമ്മന്തിയും സാമ്പാറും ഇനി മുതൽ സൗജന്യമായി കിട്ടില്ല, അതിന് 10 രൂപ കൊടുക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് ന്യൂസ് 18 ചാനലിന് മുന്നിൽ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഹോട്ടൽ പൂട്ടി, ഇപ്പോൾ അത് വേറെ എന്തോ ഹോസ്പിറ്റലോ മറ്റോ ആയി. ദോശ കിട്ടും, പക്ഷേ കറി ഒന്നും കിട്ടില്ല. അപ്പോൾ അവിടുത്തെ പത്രക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ പത്രപ്രവർത്തകരാണ്, കറിയൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ പത്രപ്രവർത്തകരല്ല, ഇനി വേറെ എന്ത് ലോകത്തുള്ള ആളുകളാണെങ്കിലും കറിക്ക് പ്രത്യേകം കാശ് തരണം. പണ്ട് മുതലേ ഉണ്ട് ഈ ഹോട്ടലുകാർക്ക് ഈ ശീലം. കാരണം അവർക്ക് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കാശ് വേണം, ലാഭം വേണം. ഈ മുമ്പാണ് ആളുകൾ ആഹാരം കൊടുക്കുന്നത് ഒരു ദാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല മനസ്സിൻ്റെ വശമായി കണ്ടിരുന്നത്. ഇന്ന് അങ്ങതല്ല, ഇന്നത് ബിസിനസ്സാണ്.
അതായത് എല്ലായിടത്തും ബിസിനസ്സാണ്, പിന്നെ എന്തുകൊണ്ട് ഹോട്ടൽ കഴുത്തറുപ്പൻ ബിസിനസ് ആയിക്കൂടാ എന്ന ചിന്തയാണ്. നാട്ടിൻപുറത്ത് മാത്രമല്ല, നഗരത്തിലല്ല, എല്ലായിടത്തും ഇത് ബിസിനസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മധ്യകേരളത്തിൽ മാത്രം, മധ്യകേരളത്തിലാണ് ഇങ്ങനെ വ്യാപിക്കുന്നത് എന്നാണ്, വിലക്കയറ്റം വ്യാപിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിറയുന്നത്. പത്തനംതിട്ട വരെ എത്തി. ഇനിയിപ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ഇതെത്താൻ വലിയ താമസമൊന്നുമില്ല. ദുരന്തങ്ങളും പേമാരിയും പെരുമഴയും ഉരുൾപൊട്ടലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇതുപോലെ അതീവ രഹസ്യമായി നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന തരത്തിൽ ഇതാ വരുന്ന വിലക്കയറ്റങ്ങൾ. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ അരിയുടെയും പരിപ്പിൻ്റെയും വില കയറുന്നത് പോലെയോ, ഗ്യാസിന് വില വർദ്ധിക്കുന്നത് പോലെയോ, പെട്രോളിന് വില വർദ്ധിക്കുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങൾ അറിയില്ല. നിങ്ങൾ നാളെ രാവിലെ പൊടിയും തട്ടി ചായ കുടിക്കാൻ പോകുമ്പോഴാണ്, രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കുന്ന ശീലം ഉണ്ടാകുമല്ലോ, പുറത്ത് കടയിൽ പോയി ചായ കുടിക്കുന്ന ശീലം. ചായ കുടിക്കാൻ 10 രൂപയും കൊണ്ട് പോകുമ്പോഴായിരിക്കും ഗോപാലൻ ചേട്ടൻ പറയുന്നത്, ഇന്ന് 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ചായ ഇല്ല, 15 രൂപ തരണം. കട്ടൻ കാപ്പി മതി, ഇല്ല, പൊടിക്കാപ്പിക്കും വില 15 തന്നെയാണ് എന്ന് പറയുന്ന സ്ഥിതി. അപ്പോൾ ചായക്കും കാപ്പിക്കും വടയ്ക്കും അപ്പത്തിനും പത്തിരിക്കും പുട്ടിനുമൊക്കെ വില കൂടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിലക്കയറ്റം, ഈ വിലക്കയറ്റം ആര് തടയും? സർക്കാരിന് തടയാൻ പറ്റുമോ? ഇല്ല. കാരണം പറയുന്നത് എന്താണ്? കൂലി കൊടുക്കുന്നു. തൊഴിലാളി സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ വേണ്ടിയാണ് ഈ വിലക്കയറ്റമെന്നാണ് ഹോട്ടൽ അസോസിയേഷൻകാർ ഒന്നടങ്കം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇത് തൊഴിലാളി സർക്കാരാണ്. പാലിന് വില കൂടിയോ? കൂടിയിട്ടില്ല. ഗ്യാസിന് ഈ അടുത്തെങ്ങാനും വില കൂടിയോ? കൂടിയിട്ടില്ല. പിന്നെന്തിനാണ് ഹോട്ടലുകാർ വില കൂട്ടുന്നത്? തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാനാണ്. ഇനി പാവപ്പെട്ട തൊഴിലാളികളെ വിളിച്ച് ചോദിച്ചു നോക്കണം. തൊഴിലാളികൾ ആരാണ്? ബംഗാളികൾ. ബംഗാളികൾക്ക് കൂടുതൽ കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാമോ? നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കണം. 1 രൂപ പോലും ഈ ഹോട്ടൽ ഉടമ എന്ന് പറയുന്ന ക്രൂരന്മാർ, നരാധമന്മാർ കൂട്ടിക്കൊടുത്തു കാണില്ല. അവന്മാർ നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ കഴുത്ത് ഞെരിച്ച് വീണ്ടും പൈസ കൂടുതൽ ഉണ്ടാക്കാൻ, അവൻ്റെയൊക്കെ കീശ വീർപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ വിലക്കയറ്റം സാധ്യമാക്കുകയാണ്. വിപണിയിൽ വിലക്കയറ്റമുണ്ടായി, സാധനങ്ങൾക്ക് വില കൂട്ടി എന്ന് പറഞ്ഞാൽ ന്യായമുണ്ട്. വിപണിയിൽ ഗ്യാസിന് വില കൂടി, ഞങ്ങൾ ചായക്ക് വില കൂട്ടി, ന്യായമുണ്ട്. വിപണിയിൽ അരിക്കും പൊരിക്കും തിരിക്കുമൊക്കെ വില കൂടി, ഞങ്ങളിതാ ചോറിന് വില കൂട്ടി, ന്യായമുണ്ട്. എന്നാൽ വിപണിയിൽ ഓണമെത്തുമ്പോൾ ഇച്ചിരി വില കൂടിയേക്കാം, അപ്പോൾ ഇവർ വില കൂട്ടട്ടെ, നമുക്ക് സമ്മതിക്കാം. ഇതങ്ങനെയല്ല. ഏതോ ബംഗാളിൽ നിന്നൊക്കെ വന്ന് നിൽക്കുന്ന പാവം പട്ടിണി പാവങ്ങളായ തൊഴിലാളികളുടെ പേരിൽ, അവർക്ക് കൂടുതൽ കൂലി കൊടുക്കാനാണെന്ന പേരിൽ ഇവന്മാർ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത ഹോട്ടൽ അസോസിയേഷൻകാർ പറയുന്നു, ഞങ്ങളിതാ വില കൂട്ടിയിരിക്കുന്നു, ചായക്കും വടയ്ക്കുമൊക്കെ വില കൂട്ടിയിരിക്കുന്നു, നീയൊക്കെ വേണമെങ്കിൽ തിന്നാൽ മതി. ഇതുവരെ ഫ്രീ ആയിട്ട് തന്നിരുന്ന കറിക്ക് 10 രൂപ തന്നാലേ നിങ്ങൾക്ക് കറി തരികയുള്ളൂ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവനെയൊക്കെ ബഹിഷ്കരിക്കണം. നിങ്ങൾ ബഹിഷ്കരിക്കണം ഹോട്ടലുകളെ. ഇമാതിരിയുള്ള കള്ളന്മാരെ മുഖമടച്ച് ആക്ഷേപിക്കണം, ബഹിഷ്കരിക്കണം. അപ്പോഴേ യൗമാരൊക്കെ പഠിക്കൂ. ഇങ്ങനെ കൊള്ള നടത്തരുത്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം സമ്പ്രദായം വച്ചുപൊറുപ്പിക്കരുത്.